ഹലോ ട്രെയിനീസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ലെയ്ത്തിൽ മെട്രിക് ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗിയർ റേഷ്യോനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ ത്രെഡ് കട്ട് ചെയ്യുമ്പോഴുള്ള ഗിയർ റേഷ്യോൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ആ ഫോർമുല? ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഡ്രൈവർ divided by driven is equal to lead to be cut on the job divided by lead of lead screw. അതായത് ഡ്രൈവർ ഗിയർ ഡിവൈഡ് ബൈ ഡ്രിവൺ ഗിയർ ഇസ് ഈക്വൽ ടു നമുക്ക് കട്ട് ചെയ്യേണ്ട ത്രെഡിൻ്റെ ലീഡ് ഡിവൈഡ് ബൈ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂവിൻ്റെ ലീഡ്. ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ ബ്രിട്ടീഷ് ലെയ്ത്ത് ഉപയോഗിച്ച് മെട്രിക് ത്രെഡ് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ത്രെഡിൻ്റെ ലീഡ് മില്ലിമീറ്ററിലും, മെട്രിക് ത്രെഡ് ആയതുകൊണ്ട് മില്ലിമീറ്ററിലും, നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെയ്ത്തിൻ്റെ ലീഡ് ഇഞ്ചസിലുമായിരിക്കും. അപ്പോൾ ഈ പർട്ടിക്കുലർ ഫോർമുലയിലെ രണ്ട് ടേമും വേറെ വേറെ യൂണിറ്റുകളിലാണ്. ഒരെണ്ണം mm-ലും ഒരെണ്ണം ഇഞ്ചസിലുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ടിനെയും ആദ്യം തന്നെ ഒരു യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ത്രെഡിൻ്റെ ലീഡിനെ ലീഡ് സ്ക്രൂവിൻ്റെ ലീഡിൻ്റെ യൂണിറ്റിലേക്ക് കൊണ്ടുവരും, അതായത് ഇഞ്ചസിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 25.4 mm ആണ് ഒരു ഇഞ്ച്. അപ്പോൾ 1 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/25.4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ മുകളിലും അടിയിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10/254 ഇഞ്ച് എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ, അതായത് 10-ൽ എത്ര 2 ഉണ്ട്, അതുപോലെ 254-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കിയാൽ 5/127 ഇഞ്ച് എന്ന് കിട്ടും. 1 mm ഈസ് ഈക്വൽ ടു 5/127 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഗിയർ റേഷ്യോൻ്റെ ഫോർമുല ഇവിടെ എടുത്തെഴുതിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ രണ്ടിനെയും ഒരു യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് കട്ട് ചെയ്യേണ്ട ത്രെഡിൻ്റെ ലീഡ് mm-ലുള്ള ലീഡിനെ നമുക്ക് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ ഫോർമുലയിലെ ലീഡ് ടു ബി കട്ട് ഇൻ mm ഓൺ ദ ജോബിനെ mm-ൽ നിന്ന് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി 5/127 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഈ 5/127 എവിടെ നിന്ന് കിട്ടി? നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇനി ഈ ഫോർമുലേനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലീഡ് ടു ബി കട്ട് ഇൻ mm ഓൺ ദ ജോബ് ഇൻറ്റു 5/127. ഈ മുകളിലത്തെ ന്യൂമറേറ്ററിനെ മാത്രം നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിനെ മാത്രം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലീഡ് ടു ബി കട്ട് ഇൻ mm ഓൺ ദ ജോബ് ഇൻറ്റു 5/127 ഡിവൈഡഡ് ബൈ ഈ മെയിൻ ഫോർമുലയിലത്തെ ഡിനോമിനേറ്ററിന് അങ്ങനെ തന്നെ നമ്മൾ എടുത്തെഴുതി, ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ. ഇനി ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? ഇതിൻ്റെ റെസിപ്രോക്കലാവും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിനെ നമ്മൾ അതുപോലെ തന്നെ നിർത്തി, അതായത് ലീഡ് ടു ബി കട്ട് ഇൻ mm ഓൺ ദ ജോബ് ഡിവൈഡ് ബൈ 127 ലീഡ് ടു ബി കട്ട് ഇൻ mm ഓൺ ദ ജോബ് ഇൻറ്റു 5/127 നമ്മൾ അതുപോലെ തന്നെ നിർത്തി ഇൻറ്റു ഈ ടൈമിനെ മുകളിലേക്ക് എടുത്തു. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ എന്നാവും. ഇനി ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണയായിട്ട് നമ്മൾ എന്താണ് പറയുക, എങ്ങനെയാണ് ലീഡ് സ്ക്രൂവിൻ്റെ ഇഞ്ചസിലുള്ള ലീഡ് സ്ക്രൂവിൻ്റെ ലീഡ് നമ്മൾ കണ്ടെത്തുക? അതിനുള്ള ഫോർമുലയാണ്, നമുക്ക് ത്രെഡ്സ് പെർ ഇഞ്ചാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ ആക്കുന്നതിനുള്ള ഫോർമുലയാണ് 1/TPI ഓഫ് ലീഡ് സ്ക്രൂ. അപ്പോൾ ഈ ടൈമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് 1/TPI ഓഫ് ലീഡ് സ്ക്രൂ എന്നെഴുതി. ഇനി നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ ടൈമിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകണം. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഈ ടൈമിൻ്റെ റെസിപ്രോക്കലാവും. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പിൽ
ഈ ടേമിനെ നമ്മൾ ഇതേപോലെ തന്നെ നിർത്തി ഇൻറ്റു 1 ഇൻറ്റു TPI ഓൺ ലീഡ് സ്ക്രൂ ഡിവൈഡ് ബൈ 1 എന്ന് എഴുതി. അതായത് ഈ ടേമിൻ്റെ റെസിപ്രോക്കൽ മുകളിലേക്ക് പോകുമ്പോൾ റെസിപ്രോക്കലോ. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് അതായത് ഫോർമുലയിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ ഒന്നുമില്ല, ന്യൂമറേറ്ററിനെ മൊത്തം ഇൻറ്റു ചെയ്ത് എഴുതി, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെ മൊത്തം നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതി. അപ്പോൾ ഡ്രൈവർ ഡിവൈഡ് ബൈ ഡ്രിവൺ ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിനെ മൊത്തം ഇൻറ്റു ചെയ്യുമ്പോൾ ഏതൊക്കെ ടേമുകളാണ് ന്യൂമറേറ്ററിലുള്ളത്? ലീഡ് ടു ബി കട്ട് ഓൺ ദ ജോബ് അതിവിടെ എഴുതി, ഇൻറ്റു 5 ഇവിടെ എഴുതി, TPI ഓൺ ലീഡ് സ്ക്രൂ അതിവിടെ എഴുതി, ഇൻറ്റു 1 ഉണ്ട്, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 1. അപ്പോൾ എന്തായി? ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ബ്രിട്ടീഷ് ലെയ്ത്ത് ഉപയോഗിച്ച് മെട്രിക് ത്രെഡ് കട്ട് ചെയ്യുമ്പോഴുള്ള ഗിയർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും.